ഹലോ ഓൾ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫീച്ചർ സ്റ്റോറി വിച്ച് ഇസ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ 1 എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അപ്പൊ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ 1 മുമ്പ് നമ്മൾ എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാർ വന്നിട്ട് ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് പ്രോഫിറ്റ് ആയി പുറകെ വെച്ച് പിടിച്ചിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ട്രേഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഫാക്ടറീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അതിന് ചുറ്റും ഫോർട്ടുകളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ബംഗാളിന്റെ മോളിലൊക്കെ കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ യുദ്ധങ്ങൾ ചെയ്തു തുടങ്ങി, കുറച്ച് പോളിസീസ് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് പല 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 കാര്യങ്ങളും ഇന്ത്യയുടെ മുകളിൽ കൺട്രോൾ കൊണ്ടുവരാൻ ചെയ്തു. പതുക്കെ നമ്മൾ റെസിസ്റ്റ് ചെയ്ത് തുടങ്ങി, തിരിച്ച് അടിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ആക്ച്വലി ബ്രിട്ടീഷുകാർ എങ്ങനെയാണ്, ഹൗ ഡിഡ് ദേ എക്സ്പ്ലോയിറ്റ് ഇന്ത്യൻസ് എന്ന് പറയുന്ന അതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ആ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മുതലെടുക്കുക എന്ന് നമ്മൾ പറയില്ലേ. ഓക്കെ, ആ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ എല്ലായിടത്തും നിന്നും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോഴത്തേക്ക് തിരിച്ചടിക്കാനായിട്ട് ലീഡേഴ്സ് ഉണ്ടാവണമല്ലോ, അല്ലെ? അപ്പൊ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ് ഉണ്ടായി പതുക്കെ. റിഫോമേഴ്സ് മീൻസ് ദോസ് ഹു വാണ്ട് എ സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് മീൻസ് ഇത്രയും കാലം ബ്രിട്ടീഷ് ആണ് ഭരിക്കുന്നത്, അത് മാറണം എന്ന് വിചാരിക്കുന്നവര് സോഷ്യൽ റിഫോമേഴ്സ്. റിലീജിയസ് റിഫോമേഴ്സ് മീൻസ് എന്റെ റിലീജിയനിൽ തന്നെ കുറെ നെഗറ്റീവ്സ് ഉണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യണം. അപ്പൊ സോഷ്യൽ റിഫോമേഴ്സ്, റിലീജിയസ് റിഫോമേഴ്സ് വരാൻ തുടങ്ങി. റൈസ് ഓഫ് നാഷണലിസം നമുക്ക് പഠിക്കേണ്ടത്. നാഷണലിസം മീൻസ് വാട്ട്? എന്റെ രാജ്യം, എന്റെ കൾച്ചർ, എന്റെ എന്താ പറയാ ഹെറിറ്റേജ്, ഇതൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ് നാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണലിസം മീൻസ് the spirit of a nation. We are a nation. We need not be governed by an external party എന്ന് പറയുന്നതാണ് റൈസ് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത്. Then we have to learn about the partition of Bengal, which was a very huge movement. Bengal partition, അതിന്റെ ഭാഗമായിട്ട് വന്ന സ്വദേശി മൂവ്മെന്റ് ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതിൽ തുടക്കത്തില് എന്താണ് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യൻസ് ബൈ ബ്രിട്ടീഷ്. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ അവര് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ആക്ച്വലി പറഞ്ഞ റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഭയങ്കര കാടന്മാരാണ്, നമ്മളെ നന്നാക്കി എടുക്കേണ്ടത് ബ്രിട്ടന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. they were literally exploiting us. ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ, ഓൾമോസ്റ്റ് എവറി സെക്ടർ ഓഫ് സൊസൈറ്റീനെ ഭയങ്കരമായിട്ട് ലിറ്ററലി എക്സ്പ്ലോയിറ്റേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബ്രിട്ടീഷ് റൂൾ വാസ് completely against the interest of Indians. It was not for Indians. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല, it was against the interest of Indians. First thing is British rule was against the interest of Indians. They exploited Indians and they took the wealth to England. ഇന്ത്യയിൽ നിന്നും വെൽത്ത് എടുത്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, എന്നിട്ട് ഇന്ത്യയിലെ ആൾക്കാരെ എസ്പെഷ്യലി ഇപ്പൊ മറ്റേ ഫാമേഴ്സിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫാമേഴ്സിന്റെ അടുത്ത് പോയി പറയും, സി യു ഹാവ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ. ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു മറ്റേ തുണിയിലെല്ലാം കളർ ചെയ്യുന്ന ഒരു ഡൈ ആണ്. ഓക്കെ, ഡൈ വിച്ച് ഇസ് യൂസ് ടു കളർ ക്ലോത്ത്സ് ആൻഡ് ഇന്ത്യൻ ഇൻഡിഗോ വാസ് ഓഫ് ഹയസ്റ്റ് ക്വാളിറ്റി. അപ്പൊ ഇന്ത്യൻ ഇൻഡിഗോയുടെ കളറ് യൂറോപ്യൻ ഇൻഡിഗോയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഇവിടെ ഇൻഡിഗോ പക്ഷെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫാമേഴ്സിന് എപ്പോഴും ഭയങ്കര നഷ്ടമാണ്. ബിക്കോസ് ഇൻഡിഗോ വാസ് വെള്ളം ഭയങ്കരമായിട്ട് യൂസപ്പ് ചെയ്യും, സോയിലിനെ അതൊരു ലെവലിൽ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, സോ അവിടെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്ന സോയിലിൽ ബാക്കി ഒന്നും പിന്നെ കുറച്ച് കാലത്തേക്ക് വളരില്ല. അപ്പൊ പെസൻസ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യും ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു ഇവർ? ദേ വർ ഫോഴ്സ് ടു, അവരെ ഭയങ്കര കമ്പൽ ചെയ്തിട്ട് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കും, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യിക്കും ഫോർ ദ ഇൻഡസ്ട്രീസ് ഓഫ് ലണ്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ലണ്ടനിൽ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇൻഡിഗോ ആൻഡ് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഫാമേഴ്സിനെ നിർബന്ധിക്കും. അപ്പൊ ഒന്നും കൂടി നോക്കാം. ബ്രിട്ടീഷ് റൂൾ വാസ് കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻസ്. ദേ എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യൻസ്. ദേ ടുക്ക് ദ വെൽത്ത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യൻ വെൽത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ഫാമേഴ്സിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു? ഫാമേഴ്സ് വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് ലൈക്ക് ഇൻഡിഗോ ആൻഡ് കോട്ടൺ. ആർക്ക് വേണ്ടിയിട്ടാ? ഫോർ ദ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ലണ്ടൻ.
അവർക്ക് വേണ്ടിയിട്ട്, ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ലണ്ടൻ. എന്നിട്ട് അവർ എന്ത് ചെയ്യും, അവിടെ ഫാക്ടറിയിൽ സാധനങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഫാക്ടറിയിൽ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ ലോ കോസ്റ്റിൽ ഇവിടെ വന്നിട്ട് വിൽക്കും. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയില് കോട്ടൺ ആൻഡ് ഇൻഡിഗോ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് തുണി ഇത് കൊടുക്കും. ഇത് വളരെ ചീപ്പായിട്ട് ഇവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കിച്ചിട്ട് ഇത് ബ്രിട്ടൻ. ഓക്കെ, ഇവിടെ ഫാക്ടറിയില് തുണി ഉണ്ടാക്കും. ഫാക്ടറിയിലെ തുണി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ മെയ്ഡ് ആണ്. അപ്പൊ ചീപ്പായിട്ട് ഷർട്ട്, അങ്ങനത്തെ സാധനം, ഷർട്ട്, ക്ലോത്ത്സ് എല്ലാം ചീപ്പായിട്ട് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കും. തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ കുറെ ക്രാഫ്റ്റ്സ്മെൻ ഉണ്ട് ഹൂ യൂസ് ടു ഹാൻഡ്സ് പൺ എന്ന് വെച്ചാൽ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കുറച്ചും കൂടി വില കൂടുതലാണ്. മെഷീൻ മെയ്ഡ് എന്ന് പറയുമ്പോഴേക്കും വില എപ്പോഴും കുറവായിരിക്കും. കാരണം ബൾക്കായിട്ട് സാധനം ഉണ്ടാക്കാമല്ലോ, അപ്പൊ സാധനത്തിന് വില കുറവായിരിക്കും. പക്ഷെ ഇന്ത്യയില് തനതായ പാവപ്പെട്ട ക്രാഫ്റ്റ്സ്മെൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും കാശ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പൊ ഇവരുണ്ടാക്കുന്ന ക്ലോത്തിന് ഡിമാൻഡ് ഇല്ല, ബിക്കോസ് ഇറ്റ് വാസ് ഓഫ് മോർ പൈസ അല്ലെ, കാശ് കൂടുതലാണ്. അപ്പൊ ഇവിടുത്തെ ക്രാഫ്റ്റ്സ്മാനൊക്കെ ജോലി പോകാൻ തുടങ്ങി. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ക്ലോത്ത് കേട്ടോ, ഇത് ഞാൻ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് കുറേ മറ്റേ സാധനങ്ങൾ ഓൾസോ അങ്ങനെ തന്നെയാണ്. ക്ലോത്ത് മാത്രമല്ല, പല സാധനങ്ങളും ഫാക്ടറി മെയ്ഡ് ആയിട്ട് ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് വരും. സോ ചീപ്പായിട്ട് റോ മെറ്റീരിയൽ മീൻസ് വാട്ട്, കോട്ടൺ, ഇൻഡിഗോ ഒക്കെ ഡ്രസ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ്. നമ്മള് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് ഉപയോഗിക്കും, മറ്റേ മുളക് ഉപയോഗിക്കും. പരിപ്പ്, മുളക് ആ റോ മെറ്റീരിയൽസ്. അതേപോലെ തുണി ഉണ്ടാക്കാൻ കോട്ടൺ ആൻഡ് ഇൻഡിഗോ ആർ റോ മെറ്റീരിയൽസ്. സോ ദ റോ മെറ്റീരിയൽസ് ആർ എക്സ്പോർട്ടഡ് ചീപ്പ് ഐറ്റം. സോ ഇന്ത്യൻ യൂസ് ടു ബൈ raw materials very cheaply at a very low cost from India. എന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഫാക്ടറിയിൽ ഗുഡ്സ് ഉണ്ടാക്കും. ആൻഡ് ദീസ് ഫാക്ടറി മെയ്ഡ് ഗുഡ്സ് ആർ അഗെയിൻ സോൾഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇവിടത്തെ ആൾക്കാർക്ക് ക്രാഫ്റ്റ്സ്മെൻ കുഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് ലോ പ്രൈസസ് ഓഫ് ഇന്ത്യ, അല്ല ലോ പ്രൈസസ് ഓഫ് ദി മെഷീൻ മെയ്ഡ് ഗുഡ്സ് അല്ലെ. അപ്പൊ ഇവർക്ക് ജോലി ഇല്ലാണ്ടായി. സോ മെനി ഗേവ് അപ്പ്, ആരും സാധനം വാങ്ങിക്കണില്ല. സോ മെനി ഗേവ് അപ്പ് ദെയർ പ്രൊഫഷൻ ആൻഡ് മെനി സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ലൈക്ക് ഇന്ത്യൻ മസ്ലിൻ പോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ബിക്കോസ് നോബഡി വാസ് റെഡി ടു ബൈ ദം. പുറത്തുനിന്ന് വരുന്ന മസ്ലിൻ ഇസ് ഈവൻ മോർ ചീപ്പർ. സോ അത് കാരണം they stopped producing goods like Indian muslin. Even when the quality was higher, nobody used to buy them. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. സോ how were we exploited? ഒന്ന്, ബ്രിട്ടീഷ് റൂൾ വാസ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻസ്. എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യൻസ്. നമ്മുടെ വെൽത്ത് മുഴുവൻ കൊണ്ട്, ഇന്ത്യയുടെ വെൽത്ത് ദേ ടുക്ക് ഇറ്റ് ടു ഇംഗ്ലണ്ട്. ഇനി പെസൻസിനെ എന്ത് ചെയ്തു, ക്രാഫ്റ്റ്സ്മെൻ എന്ത് ചെയ്തു? പെസൻസിനെ they were forced to cultivate indigo and cotton for the factories and industries in London. ഇനി ക്രാഫ്റ്റ്സ്മെന്റെ പണി എങ്ങനെ പോയി? ഫാക്ടറി മെയ്ഡ് ഗുഡ്സ് വിച്ച് were very cheap were brought to India and sold. So Indian craftsmen could not compete with this particular low price. ഇന്ത്യക്കാർക്ക് ഇത്രയും ലോ പ്രൈസിന് സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. സോ വി കുഡ് നോട്ട് കോമ്പീറ്റ്. അപ്പൊ ആൾക്കാരെല്ലാം ലോ പ്രൈസിന്റെ സാധനം തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സോ നോബഡി വാസ് ബൈങ് ഫ്രം ഇന്ത്യൻ ക്രാഫ്റ്റ്സ്മെൻ. സോ ദേ ഗേവ് അപ്പ് their profession. They stopped producing goods like Indian muslin. So this was the effect. Okay, എത്ര പോയിന്റ്സ് ഉണ്ട്? നമ്മൾ 5 പോയിന്റ് പഠിച്ചു. 5 പോയിന്റ് ഒന്ന് കാണാതെ പറയാൻ പറ്റുമോ നോക്കിയേ നിങ്ങൾ. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് 5 പോയിന്റ് കാണാണ്ട് പറയാൻ പറ്റുമോ നോക്ക്. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ പറയണം കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണ് ഇംഗ്ലീഷ് ഓൾസോ നമ്മൾ പറഞ്ഞ് ശീലിക്കേണ്ടത്. സോ ദാറ്റ് വി ആർ ഫെമിലിയർ വിത്ത് ദ ലാംഗ്വേജ്. തനിയെ എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ദാറ്റ് ഹോൾ ഓവർ ദ ലാംഗ്വേജ്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്, ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് റെയിൽവേ സിസ്റ്റം, പോസ്റ്റൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ തോന്നുന്നു നല്ലതാണല്ലോ, ബ്രിട്ടീഷുകാർ വന്നത് കാരണം നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ. ഇത് നല്ലതൊക്കെ തന്നെയാണ്. റെയിൽവേസ് ഉണ്ട്, പോസ്റ്റൽ സിസ്റ്റം ഉണ്ട്, ആൻഡ് ദേ ഓൾസോ പ്രൊമോട്ടഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. 3 things that they did which we consider as good. റെയിൽവേ സിസ്റ്റം, പോസ്റ്റൽ സിസ്റ്റം പ്രൊമോട്ടഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ അവർ ചെയ്തത്? അല്ല. ത്രൂ ഔട്ട് ദ വേൾഡ് ദിസ് വാസ് ഹാപ്പനിങ്. ഇഫ് ബ്രിട്ടീഷ് വാസ് നോട്ട് ദെയർ, ഇന്ത്യക്കാര് തനിയെ ഉണ്ടാക്കുമായിരുന്നു ഈ സാധനമൊക്കെ. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ബ്രിട്ടീഷ് വന്നത് കൊണ്ടാണ് റെയിൽവേ സിസ്റ്റം വന്നത്. നത്തിങ് ലൈക്ക് ദാറ്റ്. Everywhere in the world this change was happening. We would have made that change in case British was not there. Of course there are a few changes which the British brought about. ഇന്ത്യക്കാരെ യുണൈറ്റ് ചെയ്തത്
ഓണസ്റ്റ്ലി ബ്രിട്ടീഷ് വന്നത് കൊണ്ടാണ്. കാരണം ബ്രിട്ടീഷ് വന്നിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്കാരെല്ലാവരും യുണൈറ്റ് ആയി എന്നുള്ളത് ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടർ ആണ്. ഓക്കെ, ബട്ട് റെയിൽവേസ് പോസ്റ്റൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ത്രൂ ഔട്ട് ദ വേൾഡ് ഇറ്റ് വാസ് ഹാപ്പനിങ്. ബ്രിട്ടീഷ് ആണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് it is not for the benefit of Indians. It is to gain control over the resource. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു സ്ഥലത്ത് അരി കുറെ ഉണ്ടാക്കണ്ടേ, ഈ അരി കേടാവുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കണം. അപ്പൊ ഈസി ആയിട്ട് കൊണ്ടെത്തിക്കാനാണ് അവർ റെയിൽവേ സിസ്റ്റം കൊണ്ടുവന്നത്. പല സ്ഥലങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കണം, അല്ലെ? പല യുദ്ധങ്ങൾ നടക്കുമ്പോഴേക്കും പല സ്ഥലത്തും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. പല സ്ഥലത്തും സാധനങ്ങൾ വിൽക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഇൻ ഓർഡർ ടു മാനേജ് ദ റിസോഴ്സസ് ആണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും റെയിൽവേ സിസ്റ്റവും അവർ നന്നാക്കിയത്. സോ ദിസ് ഇസ് ജസ്റ്റ് ടു സെർവ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ ഇൻട്രസ്റ്റ്. കൊളോണിയൽ ഇൻട്രസ്റ്റ് മീൻസ് ഫോർ നമ്മൾ കോളനിയാണ്, കോളനിയിൽ നിന്നും ബ്രിട്ടീഷിന്റെ കോളനിയാണ് ഇന്ത്യ, ഇന്ത്യയിൽ നിന്നും മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ്. അതായത് മാക്സിമം അവർക്ക് കാശ് ഉണ്ടാക്കാം, ബ്രിട്ടീഷിന് കാശ് ഉണ്ടാക്കാൻ പറ്റുക, അതാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. സോ അതിനു വേണ്ടിയിട്ടാണ്. സോ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്, as of now we have got to learn 3 systems, which is railways introduced ചെയ്തു, postal system introduced ചെയ്തു, western education introduced ചെയ്തു. And then what happened? See, why did they introduce this? In order to gain control over the resources of India, in order to manage resources. Okay, control the resources, manage the resources better, and to serve British colonial interests. Control the resources of India, manage the resources better, and to serve British colonial interests. To serve ബ്രിട്ടീഷ് കൊളോണിയൽ ഇൻട്രസ്റ്റ്. ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവങ്ങൾ എല്ലാം ചെയ്തത്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹൗ ഡിഡ് ദേ എക്സ്പ്ലോയിറ്റ് us? They exploited us. 5 things ആണ് നമുക്കുള്ളത്. They were against the interest of India, exploited India, took the wealth to England. The farmers were forced to cultivate indigo and cotton for the factories and industries of England, and the factory goods were sold in India. Factory goods which were made in England were sold in India at very low price. Craftsmen could not compete with this low price, so they gave up profession. They stopped making some goods like muslin. എന്നിട്ട് ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് റെയിൽവേസ്, പോസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ but then why did they introduce it? In order to gain more control over the resource, in order to manage the resource better, in order to serve the British colonial interest. ഇതിനാണ് അവർ ചെയ്തത്. ഓക്കെ, so how did this backfire? Backfiring എങ്ങനെ നടന്നു? See, western education introduced ചെയ്തപ്പോഴത്തേക്ക് what happened was that they got an exposure to the outside world. People slowly started getting exposure to the outside world. എന്താണ് ലോകത്ത് നടക്കുന്നത് എന്നുള്ളത്. Because of the western education, there was പിന്നെ western educationൽ slowly ഇന്ത്യനെ തന്നെ ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ കൾച്ചർ മോശമാണ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും സ്ലോലി there was a political awakening of Indians. Political awakening means what? Political means ആര് ഭരിക്കണം, എന്തൊക്കെ ഭരണ തീരുമാനങ്ങൾ എടുക്കണം, ആര് ഭരിക്കുന്നതിന്റെ തീരുമാനം എടുക്കണം, എങ്ങനെ നമ്മളെ ഭരിക്കണം, ഓക്കെ, എന്തൊക്കെ പോളിസീസ് കൊണ്ടുവരണം ഇൻ ഓർഡർ ടു റൂൾ us, അല്ലെ? നമ്മുടെ ഒരു രാജ്യം നടന്നു പോവാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം നടന്നു പോവാൻ തന്നെ ആര് ഭരിക്കണം, ഓക്കെ, അതേപോലെ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, എന്ത് തീരുമാനം എടുക്കണം, ഇതെല്ലാം is decided by politics. This is known as politics. Politics means what? Who should rule us, how they should rule us, what policies should be made in order to rule us. അതിനെയാണ് politics എന്ന് പറയുക. So this created a political awakening in Indians. എങ്ങനെയാ political awakening എങ്ങനെ വന്നു? Because of western education. അപ്പൊ ഇവര് ബ്രിട്ടീഷുകാര് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. ഡെഫിനറ്റ്ലി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നു. ബിക്കോസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വാട്ട് ഹാപ്പൻ? ദർ വാസ് എ പൊളിറ്റിക്കൽ അവേക്കനിങ് ഓഫ് ഇന്ത്യൻസ്. എന്നിട്ട് പൊളിറ്റിക്കൽ അവേക്കനിങ് വന്നപ്പോ കൂട്ടത്തിൽ വേറെയും സംഭവിച്ചു. സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ് റോസ്. We saw the rise of social and religious reformers. Social reformers means what? എന്റെ സൊസൈറ്റി മാറണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാര്. ബിക്കോസ് ബ്രിട്ടീഷ് മാത്രം ഭരിച്ച പോലെ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പാട് പറ്റില്ല, ഈ കഷ്ടപ്പാടിൽ നിന്നും മാറണം, ആൾക്കാർ മാറണം എന്ന് ചിന്തിക്കുന്നവര് സോഷ്യൽ റിഫോമർ. സംതിങ് വെരി ഇൻജസ്റ്റിസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് സൊസൈറ്റിയില്, വി ഷുഡ് ചേഞ്ച് ഇറ്റ്. അതിനെ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയും. റിലീജിയസ് റിഫോമേഴ്സ് മീൻസ് എന്റെ റിലീജിയനില് ഇന്നത്തെ സമൂഹത്തിന് ശരിയല്ലാത്ത രീതിയിൽ, ഇന്നത്തെ കാലഘട്ടത്തിന് ശരിയല്ലാത്ത രീതിയിൽ കുറെ പ്രാക്ടീസസ് ഉണ്ട്,
and we have to change it. അങ്ങനെയുള്ളവരെയാണ് റിലീജിയസ് റിഫോമേഴ്സ് എന്ന് പറയാം. So because of Western education, political awakening happened, social reformers arose, religious reformers arose. Okay, political awakening വന്നു, we saw the rise of social and religious reformers. മൂന്ന് കാര്യം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കാരണം നടന്നു. പൊളിറ്റിക്കൽ അവേക്കനിങ്, റൈസ് ഓഫ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ്. മൂന്നാമത്തെ സാധനം, ഇനി മേജർ മൂന്നാമത്തെ സാധനം, ദിസ് അവേക്കനിങ്, ഇങ്ങനെ അവേക്കൻ ചെയ്തപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സ്പിരിറ്റ് ഉണ്ടായി, ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് ദിസ്. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് അവേക്കനിങ് വന്നപ്പോഴത്തേക്ക് ദിസ് ഗേവ് എ കോമൺ പർപ്പസ്. ഓക്കെ, വി ഹാവ് ടു ഫൈറ്റ് ദ ദുഷ്ടന്മാര്, ഓക്കെ, ദ വില്ലന്മാര്. ഹൂ ഇസ് ദ വില്ലന്മാർ ഓഫ് അവർ സിനാരിയോ? ഇൻ ഓർഡർ ഫൈറ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ഓക്കെ, വി ഹാവ് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ് റൂളിന്റെ ഒരു കോമൺ പേർപ്പസ് കിട്ടി. കോമൺ പർപ്പസ് കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും തമ്മിൽ അടിയുണ്ടായിരുന്ന ഫ്രണ്ട്സും കൂടിയിട്ട്, ഓക്കെ, മേജർ വില്ലൻ ഉണ്ട്, ആ മേജർ വില്ലനെതിരെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ആൾക്കാർക്ക് മുഴുവനും ഒന്നിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. സോ വി ബിക്കേം വൺ കൈൻഡ് ഓഫ് എ തിങ്. ഓക്കെ, സോ വി ഡിസൈഡഡ് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ് റൂൾ. So how the whole Western education backfired? Because of the Western education, there was a political awakening. രണ്ടാമത് social and religious reformers in the rise ആവുന്നത് നമ്മൾ കണ്ടു. And this awakening gave a common purpose, which is to fight the British rule. ഇത്രയൊന്നും കാണാതെ പറഞ്ഞു നോക്കണം. Now coming to ടെക്സ്റ്റിൽ ഇത് നന്നായിട്ട് കൊടുത്തേക്കണേ. So I thought I will not make a note. വെറുതെ നമുക്ക് ടെക്സ്റ്റ് തന്നെ നോക്കിപ്പോ. So first social reformers വന്നു. ഓക്കെ, ഫസ്റ്റ് സോഷ്യൽ റിഫോമേഴ്സ് വന്നു, പിന്നെ റിവോൾട്ട് ഓഫ് 1857 വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. EEICയുടെ റൂള് ഒന്നും കൂടി നമുക്ക് നോക്കാം. സോഷ്യൽ റിഫോമേഴ്സ് വന്നു, 1857 റിവോൾട്ട്. 1857 റിവോൾട്ട് കഴിഞ്ഞ ഉടനെ EEICയുടെ റൂള് തീർന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. ഓക്കെ, എടുത്ത് വെച്ചിട്ട് കട്ടായി. ഇതിൽ നോക്കാം. ഈ ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷൻ നന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഐ തോട്ട് ഐ ജസ്റ്റ് യൂസ് ദ ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ സംഭവിച്ചത്? 1800 ഓൺവേർഡ്സ് പതുക്കെ സോഷ്യൽ റിഫോമേഴ്സ് വന്നു തുടങ്ങി. ദെൻ ദർ വാസ് റിവോൾട്ട് ഓഫ് 1857. ഓക്കെ, ഫസ്റ്റ് റൈസ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സിനെ നമ്മൾ കണ്ടു. റൈസ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ്. ആഫ്റ്റർ ദാറ്റ് റിവോൾട്ട് ഉണ്ട്. റിവോൾട്ട് കഴിഞ്ഞ ഉടനെ EIC കമ്പനി ഇനി റൂൾ ചെയ്യേണ്ട, ഡയറക്ട്ലി ബ്രിട്ടീഷ് എടുത്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ആയത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പേജിൽ 4 സാധനങ്ങളാണ്. ഒരെണ്ണം സോഷ്യൽ റിഫോമേഴ്സ് റൈസ് ആയത് പറഞ്ഞു, റിവോൾട്ട് ഓഫ് 1857. അത് കാരണം EIC റൂൾ തീർന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതിന്റെ കഥ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അപ്പൊ ഇതുവരെ എന്ത് സംഭവിച്ചു? സോഷ്യൽ റിഫോമേഴ്സ് റൈസ് ചെയ്തു, 1857 റിവോൾട്ട്. അത് കഴിഞ്ഞ് EIC റൂള് നിന്നു, INC നടന്നു, INC വന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു, ബംഗാൾ പാർട്ടീഷൻ. അത് കഴിഞ്ഞിട്ട് ബംഗാൾ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് ആംഡ് റെവല്യൂഷൻസ്, കത്തിയും കടാരും എടുത്തോണ്ട് എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങി. ഓക്കെ, ആംഡ് റെവല്യൂഷൻസ് വന്നു. എന്നിട്ട് പാർട്ടീഷൻ പറ്റില്ല, ബംഗാൾ പാർട്ടീഷൻ വേണ്ടാന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഹോം റൂൾ ലീഗ്സിന്റെ കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. ഹോം റൂൾ ലീഗ്സ് കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് റിവൈസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓരോന്നും പറയുമ്പോൾ തൊട്ട് മുന്നത്തെ കാര്യങ്ങൾ ഓൾസോ നമുക്ക് പഠിച്ചു പോകാനും. 1800 തൊട്ട് തന്നെ സോഷ്യൽ റിഫോമേഴ്സ് പതുക്കെ പൊന്തി തുടങ്ങി പല സ്ഥലത്തും. ഓക്കെ, there was a rise of new leadership among the Indians as many educated individuals began to question British Raj. അപ്പൊ എന്ത് സംഭവിച്ചു? എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വരാൻ തുടങ്ങി. എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വരുമ്പോ automatically what will happen? Educated Indians started questioning. They started questioning British Raj. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയും? എക്സിസ്റ്റിംഗ് സിസ്റ്റം ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, there are multiple kinds of leaders, but then there was a new leadership among the Indians. എങ്ങനെയാ പുതിയ ലീഡേഴ്സ് വന്നത്? When educated Indians started questioning the British Raj, so they emerged as leaders. So this was the beginning. So when we started questioning the British Raj,
This is marked as a beginning. ഈ spelling തെറ്റാണ്. Beginning of Indian freedom struggle. Freedom struggle. Okay, what was the beginning of freedom struggle? Freedom struggle was when the educated Indians started questioning the British Raj. Okay, so this marked the rise of a new leadership. Okay, അപ്പൊ ഒന്നും കൂടി നോക്കാം. We saw the rise of new leadership. When did the new leadership started rising up? When many educated Indians started questioning the British Raj. Okay, so this is the beginning of Indian freedom struggle. This marked the beginning of India's freedom struggle. Examples of such leaders are Raja Ram Mohan Roy, Swami Vivekananda, Dayananda Saraswati, Saeed Ahmad Khan. അപ്പൊ എങ്ങനെ നമ്മൾ പഠിക്കും? രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ് വീണ്ടും 3 തവണ പറയണം. രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, ദയാനന്ദ സരസ്വതി, സയ്യിദ് അഹമ്മദ് ഖാൻ. എന്നിട്ട് ഫുൾ ഒന്നും കൂടി പറയണം. These were the leaders. Now what was their contribution? What was their social leaders in a contribution? എന്തായിരുന്നു social leaders in a contribution? Was on 2 കാര്യങ്ങൾ for women. Okay, ഒരെണ്ണം for education, 2 എണ്ണം women. എന്താണ്? First one is they asked everybody, they asked all the Indians to better the condition of, to improve the condition of women. They urged all Indians to improve the condition of women. Okay, first thing they did was to ask all the Indians to improve the condition of women. രണ്ടാമത് ഇതേപോലെ to stop superstitious practices like sati എന്ന് പറയുന്നത് ഹസ്ബൻഡ് മരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ചിതയില് ഭാര്യ ചാടി മരിക്കുന്നതാണ്. അത് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ സതി, ചൈൽഡ് മാരേജ്, ഇതെല്ലാം ഇല്ലാതാക്കാനായിട്ട്. So they asked, they criticized and fought to abolish superstitious beliefs. They wanted the superstitious beliefs and practices to stop. Superstitious beliefs and practice in example എന്താണ്? Child marriage and sati. Okay, അപ്പൊ ഫസ്റ്റ് അവർ എന്തൊക്കെ ചെയ്തു? ഫസ്റ്റ് എന്ത് ചെയ്തു? They asked all the Indians to improve, to better the condition of women. 2, to abolish superstitious practices like child marriage and sati. ഇനി മൂന്നാമത്തേത്, they encourage the spreading of Western education. They encourage the spreading of modern Western education. Okay, so 3 കാര്യങ്ങളാണ് social leaders ചെയ്തത്. First one, asked all Indians to better the condition of, to improve the condition of women, abolish the superstitious beliefs and practices like sati and child marriage. മൂന്നാമത്തേത്, they encourage the spreading of modern education. Okay, ഇനി അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? Rise of social reformers. Who were the social reformers? Educated Indians started questioning the British Raj. They became the leaders. This marked the beginning of the Indian freedom struggle. We saw a lot of examples. And what was their contribution? They asked everybody to better the condition of women, to abolish superstitious beliefs and practices, and also increase the spread of modern education. And because of this, what happened? 1800 കഴിഞ്ഞിട്ട് 1857, okay, Battle of Plassey കഴിഞ്ഞ 100 years കഴിഞ്ഞിട്ടാണ്, Indian Battle of Plassey കഴിഞ്ഞിട്ട് 100 years കഴിഞ്ഞിട്ടാണ് people rose against British rule, rose in a revolt against the British rule. 1857. Okay, this revolt was, see, after 100 years of Battle of Plassey, അന്ന് വരെ കുട്ടി യുദ്ധങ്ങളായിരുന്നു. പക്ഷെ Battle of Plassey 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും the Indian people rose against the British rule in 1857, and this was known as the first war of Indian independence. This was also known as the revolt of 1857. നമ്മൾ പഠിച്ചതാണ് revolt of 1857, also known as the first war of Indian independence. So after 100 years of Battle of Plassey, people started, Indians rose in a revolt against Europeans. Okay, ഇത് against English East India Company ആണ്. Okay, so the leaders of the revolt ആരൊക്കെയാണ്? Okay, Mangal Pandey, Rani Lakshmibai, Nana Sahib, Tantia Tope, Kunwar Singh, Begum Hasrat Mahal, and Emperor Bahadur Shah Zafar. Okay, Bahadur Shah Zafar. ഇതിൽ 3-4 പഠിച്ചാൽ മതി. Mangal Pandey, Rani Lakshmibai സിനിമ ഉണ്ട്, അപ്പൊ ഈസിയാണ്. Mangal Pandey, Rani Lakshmibai, Mangal Pandey, Rani Lakshmibai, Nana Sahib,
താന്തിയാത്തോപ്പ്, നാനാ സാഹിബ് താന്തിയാത്തോപ്പ്, നാനാ സാഹിബ് താന്തിയാത്തോപ്പ്, നാനാ സാഹിബ് താന്തിയാത്തോപ്പ്. അത് ഫുൾ ഒന്നും കൂടി പറയാം. മംഗൾ പാണ്ഡെ. അപ്പൊ ഇതൊന്നും കാണാതെ പറഞ്ഞു നോക്കിയാൽ മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ് താന്തിയാത്തോപ്പ്. എംപററിന്റെ പേര് പഠിക്കണം, ബഹാദൂർ ഷാ സഫർ, ബഹാദൂർ ഷാ സഫർ, ബഹാദൂർ ഷാ സഫർ. അപ്പൊ ഇതിന് മുന്നേ സോഷ്യൽ റിഫോമേഴ്സ് നമ്മൾ ലീഡേഴ്സിന്റെ പേര് എന്തൊക്കെയാ പഠിച്ചത്, അതൊന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ. രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, ദയാനന്ദ സരസ്വതി, സയ്യിദ് അഹമ്മദ് ഖാൻ. ഇതിൽ നമ്മൾ ലീഡേഴ്സ് ഓഫ് 1857 ആരൊക്കെയാ പഠിച്ചത്? മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ് താന്തിയാത്തോപ്പ്. അതേപോലെ തന്നെ കുൻവർ സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എംപററിന്റെ പേര് പഠിക്കണം, ബഹാദൂർ ഷാ സഫർ. ഓക്കെ, ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ? ബ്രിട്ടീഷ് mercilessly crushed the revolution with iron hands എന്നാണ് മറ്റേ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. നൗ ഈ ഐസിക്കെതിരെയായിരുന്നു 1857 വന്നത്. 1857 കഴിഞ്ഞപ്പോഴത്തേക്കും റൂൾ ഓഫ് EIC came to an end and India directly got ruled by the British crown, British empress കീഴിലേക്ക് കൊണ്ടുവന്നു. ക്വീൻ വിക്ടോറിയയുടെ കീഴിൽ. ക്വീൻ വിക്ടോറിയ became the empress of India. ഇത് നമ്മൾ മറ്റേ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ക്വീൻ വിക്ടോറിയ became the empress of India. ഓക്കെ, 1858. സോ EIC, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ ആയിരുന്നു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? EICയുടെ റൂൾ came to an end and India came directly under the rule of British crown and Queen Victoria became the Empress of India. Then what happened? 1885, കുറച്ച് കാലം കഴിഞ്ഞ 30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് formed in order to unite all the Indians politically. Okay, politically നമ്മളെ ഫുൾ ഇന്ത്യൻസിനെയും അണ്ടർ വൺ അംബ്രല്ല കൊണ്ടുവരാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാ? യുണൈറ്റ് ദ ഇന്ത്യൻസ് പൊളിറ്റിക്കലി. ഓക്കെ, ആരാ അത് സെറ്റപ്പ് ചെയ്തത്? ഹു ആർ ദി ലീഡേഴ്സ് ഓഫ് ദിസ്? ദിസ് വാസ് ആക്ച്വലി സെറ്റപ്പ് ബൈ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഒഫീഷ്യൽ, റിട്ടയർഡ് ഇംഗ്ലീഷ് ഒഫീഷ്യലാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഇത് സെറ്റപ്പ് ചെയ്തത്. അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഓക്കെ, അത് മറക്കരുത്. Indian National Congress was set up by Alan Octavian Hume and he was a retired English official. Other leaders ആരൊക്കെയാണ്? ദാദാബായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാബായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാബായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ 1857 ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ, പോസ് ചെയ്തിട്ട്. ഓക്കെ, എത്ര പറ്റുമോ അത്രയും പറയുക, എസ്പെഷ്യലി എംപററിന്റെ പേര്. എന്നിട്ട് അതിന് മുന്നേ നമ്മൾ പഠിച്ചല്ലോ ലീഡേഴ്സ്, റൈസ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ആരൊക്കെയായിരുന്നു അതൊന്ന് പറഞ്ഞു നോക്കിയേ. എന്നിട്ട് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആര് സെറ്റപ്പ് ചെയ്തു? അലൻ ഒക്ടേവിയൻ ഹ്യൂം സെറ്റപ്പ് ചെയ്തു. ലീഡേഴ്സ് ദാദാബായ് നവറോജി ആൻഡ് സുരേന്ദ്രനാഥ് ബാനർജി. ഓക്കെ, ഇനി ഏർലി നാഷണൽ ലീഡേഴ്സ് എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എയിം? ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയായിരുന്നു ഏർലി നാഷണൽ ലീഡേഴ്സ്? അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫ്രീഡം വേണം. എയിം ടു ഫൈറ്റ് ഫോർ ഫ്രീഡം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദേ എയിം ടു ഫൈറ്റ് ഫോർ ഫ്രീഡം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദേ എയിം ടു ഫൈറ്റ് ഫോർ ഫ്രീഡം. ഇനി അടുത്തത് രണ്ടാമത്തത് എന്താ? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്സ്. അതായത് ഭരിക്കുന്നതില് ഇന്ത്യക്കാരെ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിനിടയിൽ ഇന്ത്യക്കാരില്ല, വളരെ കുറവാണ്. സോ ദേ ആർ നമ്മളെയാണ് നിങ്ങൾ ഭരിക്കുന്നത്. യു ഹാവ് ടു ഗിവ് us മോർ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, പാർലമെന്റിൽ ഇരുന്നിട്ടാണ് ആ ചേട്ടന്മാരെല്ലാവരും കൂടി നമ്മളെ ഭരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഇന്ത്യക്കാരെ ഇല്ല, മുഴുവൻ ബ്രിട്ടീഷുകാരാണ് നമുക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. സോ they ask for greater participation of Indians in administration and politics. Administration എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടിംഗ് ദ എന്താ പറയാ, ഈ റൂൾസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ടാക്സ് ഉണ്ട്, ടാക്സ് പിരിക്കുക, ടാക്സ് എടുക്കുക, ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ആണ്, അല്ലെ? അഡ്മിനിസ്ട്രേഷനിലും പൊളിറ്റിക്സിലും ഇന്ത്യൻസിന് കൂടുതൽ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് ചോദിച്ചു. അടുത്തത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും കൗൺസിൽസിലും കൂടുതൽ ഇന്ത്യൻസ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയൊക്കെ ഫസ്റ്റ് they decided to fight for freedom step by step. Indian National Congress ന്റെ early leadersന്റെ aim എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, we have to fight for freedom step by step. പിന്നെ ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ 4 സ്ഥലത്ത്. എവിടേക്കാ? പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, കൗൺസിൽ. പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, കൗൺസിൽ. ഇത്രയും സ്ഥലത്ത് more Indians should be included. 4 സ്ഥലത്ത്. എവിടേക്കാണ്? അഡ്മിനിസ്ട്രേഷൻ,
ഇപ്പൊ നമ്മൾ കളക്ടർ എന്നൊക്കെ പറയില്ലേ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓൾ ദ പോളിസീസ്. പൊളിറ്റിക്സ് ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ സിനാരിയോ, നമ്മൾ നേരത്തെ കോൺഗ്രസ് ഉണ്ട്, പോലെ പല പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. പൊളിറ്റിക്സിൽ ഇന്ത്യൻസ് കൂടുതലുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആക്ച്വൽ പ്ലേസ് വേർ ഓൾ ദ ഡിസിഷൻസ് ആർ മെയ്ഡ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് കൗൺസിൽസ്, കുഞ്ഞു 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 കൗൺസിൽസ് വേർ ഡിസിഷൻസ് ആർ മെയ്ഡ്. ഇവിടെ ഒക്കെ ഇന്ത്യൻസിന് പാർട്ടിസിപ്പേഷൻ വേണം എന്ന് പറഞ്ഞു. ആൻഡ് പിന്നെയും അവർ ചോദിച്ചു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച്. മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ ബ്രിട്ടീഷിനെതിരെ മിണ്ടാൻ പാടില്ല, ഒരു പ്രസംഗത്തിൽ ബ്രിട്ടീഷിനെതിരെ ഗവൺമെന്റിനെതിരെ മിണ്ടാൻ പാടില്ല. സോ ദേ ഡിമാൻഡഡ് മോർ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സോ ദാറ്റ് പബ്ലിക് ഒപ്പീനിയൻ കുഡ് ബി ഫ്രീലി ഇൻഫോം ത്രൂ പബ്ലിക്കേഷൻ ഇൻ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ്. സോ പബ്ലിക് ഒപ്പീനിയൻ ഷുഡ് ബി ഫ്രീലി ഇൻഫോംഡ് അല്ലേ. പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് ന്യൂസ് പേപ്പറിലും മാഗസിൻസിലും ഉണ്ടാവണം അല്ലേ. അതിന് ഫ്രീഡം ഓഫ് സ്പീച്ച് വേണം. പബ്ലിക് ഒപ്പീനിയൻ ഇഫ് ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്, ന്യൂസ് പേപ്പറിന്റെ അടുത്ത് പറയണം നിങ്ങൾ പറയാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഭയങ്കര റിസ്ക് ആണ് അല്ലെ. പീപ്പിൾ വിൽ നോട്ട് നോ വാട്ട് ദ പബ്ലിക് ഒപ്പീനിയൻ ഇസ്. അപ്പൊ എന്തൊക്കെയാണ് ഒന്നും കൂടി നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ എയിം ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ടു ഫൈറ്റ് ഫോർ ഫ്രീഡം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, include more Indians in 4 areas: administration, politics, councils, legislative assembly. And they demanded more freedom of speech and expression. They demanded that public opinion should be freely published in newspapers and magazines. Public opinion should be freely informed through newspapers and magazines. അതിനുള്ള ഫ്രീഡം നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പബ്ലിക് ഒപ്പീനിയൻ ഷുഡ് ബി ഇൻഫോംഡ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. സോ ദേ ഡിമാൻഡഡ് മോർ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ 4 ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഇസ് ഡൺ. നൗ കമ്മിങ് ടു 1905 വാട്ട് ഹാപ്പൻ? പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടീഷൻ ഓഫ് ബംഗാള് ബ്രിട്ടീഷ് പറഞ്ഞു 1905 ആയപ്പോഴത്തേക്കും ബംഗാളിനെ ഞങ്ങൾ മുറിക്കാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് മൂവ് ആണ്, വെരി കണ്ണിങ് മൂവ് ആയിരുന്നു ബ്രിട്ടീഷിന്റെ സൈഡിൽ നിന്ന്. ബ്രിട്ടീഷ് അനൗൺസ് ഡിവിഷൻ ഓഫ് ബംഗാൾ ഇൻ ടു പാർട്സ്. ഓക്കെ, നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത്? ഇതിന് തൊട്ട് മുന്നേ എന്തൊക്കെ പഠിച്ചു? തുടക്കത്തില് ബ്രിട്ടീഷുകാർ വന്നത് പഠിച്ചു, ഹൗ ഡിഡ് ദേ എക്സ്പ്ലോയിറ്റ് എന്നുള്ളത് പഠിച്ചു, റെയിൽവേ സിസ്റ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് സോഷ്യൽ റിഫോമേഴ്സ് വന്നു, 1857 റിവോൾട്ട് വന്നു, EEICയുടെ റൂൾ എൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4 ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് പഠിച്ചു. ഓക്കെ, 4 ലക്ഷ്യത്തിലെ 2 നമ്മൾ ഒന്നിച്ചാക്കി. ഓക്കെ, നൗ കമ്മിങ് ടു ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്താന്ന് പറഞ്ഞാൽ ബംഗാൾ ഗോട്ട് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഓക്കെ, അവർ പറഞ്ഞ റീസൺ, കോസസ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. കോസസ് ബിഹൈൻഡ് ദ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ വാസ് ടു ബിഗ് ടു ബ്രിങ് അണ്ടർ വൺ അഡ്മിനിസ്ട്രേഷൻ. ഒറ്റ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരു 100 പേരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിനെ മൈൻഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെ, നമുക്ക് മിണ്ടാതിരുത്താൻ പറ്റില്ല, നമുക്കൊരു പരീക്ഷ മര്യാദയ്ക്ക് ഇടാൻ പറ്റില്ല. അതേപോലെ തന്നെ ബ്രിട്ടീഷ് സെഡ് ദാറ്റ് സി ബംഗാൾ പ്രൊവിൻസ് വാസ് ടു ഹ്യൂജ് ടു ബ്രിങ് അണ്ടർ വൺ അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ ആക്ച്വൽ പർപ്പസ് എന്താണ്? ബ്രിട്ടീഷ് ഹാഡ് സി എല്ലാവരും യുണൈറ്റ് ചെയ്യുന്നുണ്ട് ടു ബി അഗെയിൻസ്റ്റ് us. So what they wanted to do was to Hindu Muslims ഭയങ്കര യുണൈറ്റഡ് ആയിരുന്നു. സോ ബ്രിട്ടീഷ് വാണ്ടഡ് ടു ഡിവൈഡ് ദം. ഹിന്ദുസിനെ മുസ്ലിംസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യിപ്പിക്കണമായിരുന്നു. സോ ദേ വാണ്ടഡ്, ദ ആക്ച്വൽ പർപ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസി വാസ് ടു ഡിവൈഡ് ആൻഡ് റൂൾ. എന്തിനു വേണ്ടിയിട്ട്? ടു വീക്കൻ ദ യൂണിറ്റി ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇൻ ബംഗാൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. സോ കോസസ് അവർ പറഞ്ഞ റീസൺ, ഒറിജിനൽ റീസൺ അവർ പറഞ്ഞ റീസൺ വാസ് ദാറ്റ് ദ ബംഗാൾ പ്രൊവിൻസ് വാസ് ടു ബിഗ് ടു ബി അണ്ടർ വൺ അഡ്മിനിസ്ട്രേഷൻ. ഒറിജിനൽ റീസൺ വാസ് to divide and rule so that they can weaken the unity of Hindus and Muslims, in order to weaken the unity of Hindus and Muslims. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, സോ ദ എഫക്ട് എന്താണ്? ഒബ്വിയസ്ലി ലീഡേഴ്സ് സ്ട്രോങ്ലി ഓപ്പോസ് ചെയ്തു. They felt that they needed to protest more effectively. And അതിന് വേണ്ടിയിട്ട് 2 മേജർ സാധനങ്ങൾ വന്നു: സ്വദേശി മൂവ്മെന്റ് ആൻഡ് ബോയ്കോട്ട് മൂവ്മെന്റ്. സോ വാട്ട് വാസ് ദ എഫക്ട്? The leaders started strongly opposing and they decided that we have to protest very effectively protest ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്വദേശി മൂവ്മെന്റ് ആൻഡ് ബോയ്കോട്ട് മൂവ്മെന്റ്സ് were introduced in the time of 1905 to 1908.
സ്വദേശി മൂവ്മെന്റ് ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. സോ എന്തൊക്കെ നമ്മൾ പഠിച്ചു? പാർട്ടീഷൻ ഓഫ് ബംഗാൾ, വാട്ട് വാസ് ദ കോസ്? അവർ പറഞ്ഞ കോസ് എന്താണ്? ഒറിജിനൽ കോസ് എന്താണ്? വാട്ട് വാസ് ദ എഫക്ട്? ഇന്ത്യൻ ലീഡേഴ്സ് strongly opposed and they decided that we have to fight it effectively. അതിന് വേണ്ടിയിട്ട് they introduced Swadeshi movement and boycott movement. So it was Swadeshi movement and boycott movement happened for 3 years, 1905 to 1908. സ്വദേശി മൂവ്മെന്റ് എന്താണ്? സ്വദേശി, നമ്മുടെ സ്വന്തം സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക, അതാണ് സ്വദേശി. ബോയ്ക്കോട്ട് മീൻസ് ബോയ്ക്കോട്ട്, ഉപയോഗിക്കരുത്, അവരുടെ സാധനം ഉപയോഗിക്കരുത്, നമ്മുടെ സാധനം ഉപയോഗിക്കാം. അവരുടെ സാധനം ഉപയോഗിക്കരുത് ബോയ്ക്കോട്ട് മൂവ്മെന്റ്, നമ്മുടെ സാധനം ഉപയോഗിക്കുക സ്വദേശി. സ്വദേശി എന്ന് പറയുന്നത് സ്വദേശത്ത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ബൈ ഇന്ത്യൻസ്, മാനുഫാക്ചർഡ് ബൈ ഇന്ത്യൻസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് മാത്രം യൂസ് ചെയ്യുക. Swadeshi movement encouraged the use of goods produced by Indians. Swadeshi movement encouraged the manufacture of goods produced by Indians. Boycott movement എന്ന് പറയുന്നത് പലരും ബോയ്ക്കോട്ട് ചെയ്യും. ഒന്ന്, first thing, obviously the goods made in England, leaders asked us to boycott the goods which were made in England and other parts of Europe. രണ്ടാമത്, boycott the British jobs. ബ്രിട്ടീഷിന്റെ ജോബ്, ബ്രിട്ടീഷിന്റെ ടൈറ്റിൽ തന്നിരിക്കും, സർ ടൈറ്റിൽ ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്വീന് നൈറ്റ് ടൈറ്റിലൊക്കെ കൊടുക്കണ്ടായിരുന്നു. ക്വീൻ കൊടുത്തിരിക്കുന്ന കുറെ അവാർഡ്സ്, അതൊക്കെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് boycott the goods which were made in England. Leaders asked us to boycott the goods which were made in England and other parts of Europe. Boycott the British jobs, titles, as well as boycott schools and colleges. നിങ്ങൾക്കൊക്കെ സന്തോഷമായിരിക്കും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകണ്ട, കോളേജിൽ പോകണ്ട. ബട്ട് ജസ്റ്റ് ഇമാജിൻ, we don't have a place to study. Okay, അങ്ങനെ കുട്ടികൾ വിട്ടിട്ട് വന്നു സ്കൂളിലേക്കും കോളേജിലേക്കും പോവാണ്ട്. Okay, which was a very major decision for them at that point of time. Okay, and British schools, colleges boycott ചെയ്യുക. And then what did happen because of that? British goods ആൾക്കാർ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, പീപ്പിൾ യുണൈറ്റഡ്, കുറെ പേര് ഒന്നിച്ച് വന്നിട്ട് ഒരു വലിയ തീയിട്ടിട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് കത്തിക്കും. ഓക്കെ, എന്നിട്ട് വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് പബ്ലിക്കലി ബേൺ ചെയ്യാൻ തുടങ്ങി. ദിസ് വാസ് ഹാപ്പൻ ഡ്യൂറിങ് ദ പാർട്ടീഷൻ ടൈം in order to unite people. The result was that ആ സമയത്ത് ഒബ്വിയസ്ലി ഇന്ത്യക്കാരുടെ സാധനം വാങ്ങിക്കണം എന്ന് പറയുന്നതിന് ഒരു ബൂം ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യൻ ഗുഡ്സ് ഡിമാൻഡ് വരാൻ തുടങ്ങി. അപ്പൊ മാച്ച് ബോക്സ് ഫാക്ടറീസ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ടെക്സ്റ്റൈൽ മിൽസ്, ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തുണികളുടെ മില്ലുകള്, ഹാൻഡ്ലൂം യൂണിറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പൊങ്ങി വന്നു ആ ഒരു സമയത്ത്. ടെക്സ്റ്റൈൽ മിൽസ്, ഹാൻഡ്ലൂം മിൽസ്, മാച്ച് ബോക്സ് ഫാക്ടറീസ് ഒക്കെ they started opening up in Bengal so that Indian people could buy Swadeshi items, Swadeshi goods. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നു 1905. 1905 രണ്ട് റീസൺസ് ആണ് പറഞ്ഞത്. ഒരു മേജർ റീസൺ that the British said was the British province was too big to bring under one administration, but the actual reason was to divide and rule in order to weaken the Hindu-Muslim unity. Effect was that the Indian rulers completely opposed the partition of Bengal and they wanted to protest more effectively. So they came up with the idea of Swadeshi movement and boycott movement. Swadeshi movement and boycott movement എപ്പോ നടന്നു? 1905 to 1908. എന്താണ് സ്വദേശി മൂവ്മെന്റ്? use the goods manufactured by Indians. അതാണ് സ്വദേശി മൂവ്മെന്റ്. It is as simple as that. Use the goods manufactured by Indians. Boycott എന്താണ്? Boycott the goods manufactured by Europeans. Boycott British schools, colleges, British titles, British jobs. സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകും, ജോബ് പോയി. ബ്രിട്ടീഷുകാരുടെ സ്കൂൾ വിടുക, ബ്രിട്ടീഷുകാരുടെ കോളേജ് വിടുക, ബ്രിട്ടീഷുകാരുടെ ജോബ് വിടുക, ബ്രിട്ടീഷുകാരുടെ ടൈറ്റിൽ വിടുക, ഇതെല്ലാം ഗിവ് അപ്പ് ചെയ്യുക. ആൻഡ് എന്ത് സംഭവിച്ചു സൊസൈറ്റിയിൽ? ഇടയ്ക്കിടയ്ക്ക് എവിടൊക്കെ കാണാം, people gathered together and publicly they burned British goods and with the song Vande Mataram in order to unite people against the partition. Okay, the result was textile mills started coming up, handloom mills started coming up. Textile mills, handloom mills, matchbox factories all started opening up in Bengal in order to meet the needs of the Indian people. So this happened. Okay, now then what happened? 1905 see, this was ഭയങ്കരമായിട്ട് പുഷിംഗ് us to our limit ആയിരുന്നു. ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര മേജർ ഒരു സംഭവമായിരുന്നു. സോ ഈ ഒരു സംഭവം വന്നപ്പോ ബ്രിട്ടീഷ് ഇത് വന്നപ്പോ നമ്മളെ
വി വർ പുഷ് ടു എ കോർണർ എന്ന് പറയില്ലേ, ഒരു പൂച്ചേനെ നമ്മൾ അങ്ങനെ അറ്റ ഒരു കോർണറിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചടിക്കും. ആ ലെവലായിരുന്നു നമുക്ക് ബംഗാൾ പാർട്ടീഷൻ. സോ ആഫ്റ്റർ ബംഗാൾ പാർട്ടീഷൻ റെവല്യൂഷണറീസ് വന്നു, തിരിച്ചടിക്കാനുള്ള ആൾക്കാർ വന്നു. റെവല്യൂഷണറി മീൻസ് ഹു റിവോൾട്ട്, കത്തിയും കടാരെ എടുത്തുകൊണ്ട് ആക്ച്വലി ഇറങ്ങുക. ഓക്കെ, റെവല്യൂഷണറി ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഹു ആർ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദ സിസ്റ്റം. Some revolutionary groups are non-violent, but some revolutionary groups took up arms to fight. കത്തി, കടാര, മടല്, മറ്റേ ബാറ്റ് എല്ലാം എടുത്തോണ്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. Some members of the revolutionary group took up arms. Arms means കത്തി, കടാര. Okay, arms to fight against the British, and മനഃപൂർവ്വം പോയിട്ട് they willingly sacrificed their lives in order to see. Just imagine, I am ready to die എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോവാണ്, so that the society can live independently. Under slaves ആയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു, and they were willing to sacrifice so that they can inspire others to fight for freedom. അതിന് വേണ്ടിയിട്ട് അവർ വില്ലിംഗ്ലി, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ വില്ലിംഗ്ലി പോയി അടി കൊണ്ടിട്ടുണ്ട്, വില്ലിംഗ്ലി പോയി ആൾക്കാരെ ചവിട്ട് കൊണ്ടിട്ടുണ്ട്, വില്ലിംഗ്ലി പോയിട്ട് സ്വന്തം ജീവൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഗിവ് അവർ ലൈഫ്. അപ്പൊ ദാറ്റ് ഇസ് എ ട്രെമൻഡസ് തിങ് ടു ഡു അല്ലെ. നമുക്ക് മരണത്തിന് എല്ലാവർക്കും എന്ത് പേടിയാണ്, അപ്പൊ ആ മരിക്കാൻ റെഡി ആയിട്ട് ഒരാൾ പോവാണ് ഫോർ അവർ കൺട്രി എന്ന് പറയുന്നത് such a huge sacrifice. So നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, we are standing on their shoulders. അപ്പൊ ആ ഒരു ഫ്രീഡം നമുക്ക് നമ്മുടെ ആൾക്കാർ വാങ്ങിച്ചു തന്നിരിക്കുന്ന ഫ്രീഡം, വി ഷുഡ് നോട്ട് മിസ്യൂസ് ഇറ്റ്. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ കൺട്രി. നമ്മുടെ കൺട്രിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ ആ പ്രശ്നം മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. See, what we have to understand is for 400, 500, 300 to 500 years we have been under foreign rule. അപ്പൊ it takes time to be back. But നിങ്ങൾ യങ് ജനറേഷൻ, you have to take care of our country, take care of our parents, right? അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. There were a lot of people who have sacrificed their life in order to bring independence to us, and it came at a huge cost for us. Okay, so you have to take care of our country and do not misuse the freedom that has been got with so much of sacrifice from so many people. Okay, adu nammal marakan paadiya. So 1905 what happened, British partition ചെയ്തതിനു ശേഷം revolutionary groups started forming in different parts of the country. First thing that happened was revolutionary groups started forming. And some of the revolutionary groups started doing armed fights. Okay, some of the revolutionary groups took up armed fights, and they willingly sacrificed their life. They willingly sacrificed their life എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. Okay, so this was armed revolution. So after partition, revolutionary groups started coming up in different parts of the country, and some of the revolutionary groups picked up arms to fight against the British, and some willingly sacrificed their lives. So important revolutionaries are Khudiram Bose, Aurobindo Ghosh, Prafulla Chakki, അതേപോലെ ജതീന്ദ്രനാഥ് മുഖർജി, ഭാഗ ജതിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഭാഗ ജതിൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? Khudiram Bose, Aurobindo Ghosh, Khudiram Bose, Aurobindo Ghosh, അതേപോലെ പ്രഫുല്ല ചക്കി, ജതീന്ദ്രനാഥ് മുഖർജി, ജതീന്ദ്രനാഥ് മുഖർജി. ഇതെല്ലാം ഒന്നിച്ച് പറയാം. ഇതിന് മുന്നേ പഠിച്ച ലീഡേഴ്സ് ആരൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡേഴ്സിന്റെ പേര് പഠിച്ചു, സോഷ്യൽ റിഫോമേഴ്സിന്റെ പേര് പഠിച്ചു, അതേപോലെ 1857 പേര് പഠിച്ചു. ഇതെല്ലാം ഒന്ന് പോസ് ചെയ്തിട്ട് റിവൈസ് ചെയ്ത് നോക്കിയേ, എന്നാലേ ഓർമ്മ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ പേജിൽ പഠിച്ചേ? പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതിന് തന്നിരിക്കുന്ന റീസൺസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 3 വർഷം സ്വദേശി മൂവ്മെന്റ് ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്, അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തൊക്കെ ഫാക്ടറീസ് വന്നു എന്ന് പഠിച്ചു. ഇതിന്റെ തന്നെ റിസൾട്ട് ആയിട്ട് റെവല്യൂഷണറി ഗ്രൂപ്പ്സ് അവിടെ പൊങ്ങി. റെവല്യൂഷണറി ഗ്രൂപ്പ്സിൽ സം ടുക്ക് അപ്പ് ആർംസ് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ് പറഞ്ഞു, ആൻഡ് സം ഓഫ് ദ ഇമ്പോർട്ടന്റ് റെവല്യൂഷണറീസിന്റെ പേര് പറഞ്ഞു. Now, as a result of all the mass protests, British Indian government, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു, the announce annulment of partition of Bengal. Annulment means null. Okay, we are stopping the partition of Bengal. Annulment ചെയ്തു. Annulment means
No, it is not going to happen. Annulment of partition of Bengal വന്നു. Okay, so ഈ വർഷം തന്നെയാണ് 1911 തന്നെയാണ് Calcutta was a central government seat of central government. Okay, it was moved to Delhi. It was moved to Delhi. The seat of the central government was shifted from Calcutta to Delhi. Okay, ഇത് രണ്ട് സമയം. Annulment of partition of Bengal because of the mass protest. രണ്ടാമത്തേത് central government got shifted from seat of central government got shifted from Calcutta to Delhi. Now, in 1915 to 1916 എന്ത് സംഭവിച്ചു? ഫൗണ്ടേഷൻ ഓഫ് ഹോം റൂൾ ലീഗ്സ്. ഓക്കെ, ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് വേൾഡ് വാർ 1 വന്നത്. ഓക്കെ, വേൾഡ് വാർ 1. So Indian national leaders supported British. Indian national leaders, okay, leaders, they supported British during World War 1. And why did they support? With the hope that the British Raj is going to accept the demand of the self government. Okay, ഇന്ത്യക്കാർ തന്നെ അതിനെയാണ് സെൽഫ് ഗവൺമെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരെ ഭരിച്ചോളാം. സെൽഫ് ഗവൺമെന്റിന്റെ ഡിമാൻഡ് നമ്മുടെ ബ്രിട്ടീഷ് രാജ് സമ്മതിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് വേൾഡ് വാർ 1ന്റെ സമയത്ത് ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്തത്. സോ ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് സപ്പോർട്ടഡ് ദ ബ്രിട്ടീഷ് during the World War 1. Why did they do that? Why did they support? They hoped that the Raj is going to accept the demand for self-government. They thought that the self-government demand, self-government തന്നെ നമ്മൾ തന്നെ നമ്മൾ ഭരിച്ചോളാം എന്നുള്ള ഡിമാൻഡ് രാജ് ബ്രിട്ടീഷുകാരെ സമ്മതിക്കും എന്നുള്ളത്. But then ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. So some of the Indian leaders realized that British had no intention of giving up power over India. So what did they do? No intention എന്ന് ചില leaders എങ്കിലും intention എന്ന് ചില ഇത് I capital അല്ല, intention എന്ന് ചില leaders realize ചെയ്തു. So leaders like Bal Gangadhar Tilak and Annie Besant, Bal Gangadhar Tilak and Annie Besant, Gangadhar Tilak and Annie Besant, ഇവർ എന്ത് ചെയ്തു? They started, they realized that British had no intention of giving us the power even after World War 1. So they started രണ്ട് ഹോം റൂൾ ലീഗ്സ്. ഓക്കെ, നമുക്ക് തന്നെ നമ്മളെ ഭരിക്കാം. ഹോം റൂൾ ലീഗ്സ് അവർ ഫോം ചെയ്തു. ഓക്കെ, ഹോം റൂൾ ലീഗ്സ് ടു സ്ലോലി വർക്ക് ടുവേർഡ്സ് എ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇന്ത്യൻ നാഷണൽ 1915 1916 സമയത്താണ് World War 1 happened. Indian national leaders supported the British during World War 1 because they thought that the British is going to accept their demand for self-government. In case they support ചെയ്ത് കഴിഞ്ഞാൽ they are going to accept the demand for self-government എന്ന് ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. But some of the leaders realized that this is not going to happen and they are not going to give up their power over India എന്ന് ഇവർക്ക് മനസ്സിലായി. So leaders like Bal Gangadhar Tilak and Annie Besant, what they did, they started 2 home rule leagues. Okay, അതിന്റെ ലീഡേഴ്സിന്റെ പേര് എന്താ? Bal Gangadhar Tilak, Annie Besant. Bal Gangadhar Tilak, Annie Besant. Okay, what was the aim of the league? The aim was to convince all Indians about the need of freedom from the British oppression. Britishകാരെ, you are being oppressed by British. You have to be free from it. Freedom from British oppression. അടുത്തത് സെൽഫ് റൂൾ ബൈ ഇന്ത്യൻസ്. കൺവിൻസ് എവ്രിബഡി. സി, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, after you are being harassed for a long time, you stop realizing that you are being harassed. അതാണ് ഏറ്റവും രസം. ഓക്കെ, ഈ ഹാരി പോട്ടറിലെ എൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. എൽസിന്റെ എന്താന്ന് പറഞ്ഞാൽ, എൽസിനെ മെജീഷ്യൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഹാരാസ് ചെയ്യും. പക്ഷെ എൽസ് പറയുന്നില്ല, ഞങ്ങൾ എൽസ് ആണല്ലോ, സോ വി ആർ സപ്പോസ് ടു ബി ഹാരാസ്ഡ് എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ പല കാറ്റഗറി ആൾക്കാരും ഉണ്ട് who are like that. They stop realizing that they are being oppressed or being harassed. So that happened to us because of the long foreign rule. We stopped realizing that we have the right to be free എന്നുള്ളത് we stopped realizing. Indians stopped realizing. So a league had to be, home rule league had to be formed. For what? The league tried to convince all Indians about the need of freedom from being oppressed by British and self-rule by Indians. നിങ്ങൾ തന്നെ നിങ്ങളെ ഭരിക്കാം, self-rule by Indians. Okay, അത് രണ്ടെണ്ണായിരുന്നു ലീഗിന്റെ എയിംസ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ റേസ് എ സ്ലോഗൻ. ബാൽ ഗംഗാധർ തിലക്ജിയാണ് എന്ത് തന്നത്? ഒരു സ്ലോഗൻ. ഹി റേസ് എ സ്ലോഗൻ, സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറയുന്ന സ്ലോഗൻ
raise ചെയ്തത്. Okay, so home rule league എന്താണ്, World War I happened during 1915-16. Indian rulers supported them because they thought that in case we support, the demand for self government will be accepted by the British, right? But then some rulers realized that there was no intention of giving us the power. British had no intention of giving us the power. So leaders like Bal Gangadhar Tilak and Annie Besant came up with two home rule leagues, right? Two home rule leagues. And the aim of the home rule league was to convince all the Indians for freedom from British oppression, for freedom from British oppression, and to convince all Indians about the self-rule by for the necessity of self-rule by Indians. Okay, and what happened? Bal Gangadhar Tilak also raised a slogan: "Swaraj is my birthright, and I shall have it." So what all did we learn? We learned about how the British had exploited us. അത് കഴിഞ്ഞിട്ട് how we revolted by rise of social reformers നെ പറ്റി പഠിച്ചു, 1857 റയറ്റിനെ പറ്റി പഠിച്ചു, എന്നിട്ട് ഈ ഐസിയുടെ റൂൾ സ്റ്റോപ്പ് ആയി എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് INC ഫോം ആയി, അതിന്റെ ലീഡേഴ്സിന്റെ പേര് പഠിച്ചു. ബംഗാൾ പാർട്ടീഷൻ, അതിന്റെ റീസൺ അവര് പറഞ്ഞത്, ഒറിജിനൽ റീസൺ അതിനെ ഫൈറ്റ് ബാക്ക് ചെയ്ത സ്വദേശി മൂവ്മെന്റ്, ബോയ്കോട്ട് മൂവ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ആംഡ് ഫൈറ്റ് ഇതിന്റെ ഭാഗമായിട്ട് വന്നു. എന്നിട്ട് ബംഗാൾ പാർട്ടീഷൻ നള്ളിഫൈ ചെയ്തു, annulment ഓഫ് ബംഗാൾ പാർട്ടീഷൻ, ആൻഡ് ദെൻ ഹോം റൂൾ ലീഗിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ബാൽ ഗംഗാധർ തിലകാണ് മറ്റേ സ്ലോഗൻ ഓൾസോ പറഞ്ഞത്, സ്വരാജ് ഇസ് മൈ ബർത്ത് and I shall have it. Okay, and then we have Swami Vivekananda's speech in the World Parliament of Religion. Okay, World Chicagoയില് 1893 വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ നടന്നത്. എല്ലാം ത്രൂ ഔട്ട് ദ വേൾഡിൽ നിന്നും എല്ലാവരും കൂടി ഒന്നിച്ചിട്ട്. അപ്പൊ വിവേകാനന്ദയുടെ ബുക്ക് ഉണ്ട്, യു ഹാവ് ടു റീഡ് ഇറ്റ്, ഇറ്റ്സ് എ വണ്ടർഫുൾ ബുക്ക്. അപ്പൊ നമ്മളെ ഇന്ത്യൻസിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പാമ്പിനെ കളിപ്പിക്കുന്ന ആൾക്കാരാണ്, തലയിൽ ജട പിടിച്ച് കുളിക്കാണ്ട് നടക്കുന്ന ആൾക്കാരാണ് എന്നുള്ള വേൾഡിന്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ശരിക്കും വേൾഡിന്റെ ഹോൾ വ്യൂ, it was a wonderful moment for the Indian cultural history. Okay, so you have to read Vivekananda's speech. You have to hear Vivekananda's speech. Brothers and sisters of the world എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ ലോകത്ത് ആദ്യമായിട്ടാണ് ചുറ്റുമുള്ള ആൾക്കാരെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് തന്നെ. സോ ദർ വാസ് ഒരു ക്ലാപ്പ് അടിക്കുന്നുണ്ട്. ഇറ്റ് ഹാപ്പൻ ഫോർ ലൈക്ക് 1-2 minutes കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ 2 minutes കണ്ടിന്യൂസ് ക്ലാപ്പ് അടിക്കുന്ന ഒരു സംഭവമുണ്ട്. സോ യു ഹാവ് ടു ഗോ ത്രൂ ഹിസ് വർക്ക്. സ്വാമി വിവേകാനന്ദ സ്പീച്ച് ഇൻ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ. വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ മീൻസ് മൾട്ടിപ്പിൾ റിലീജിയൻസ് ഒന്നിച്ച്, എല്ലാ റിലീജിയൻസ് ഓഫ് ദ വേൾഡ് ഒന്നിച്ച് ഒരു സ്ഥലത്ത് വരുന്നതാണ് വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ. ഇത് എവിടെ നടന്നു? ഷിക്കാഗോയിൽ നടന്നു 1893. This was an iconic moment, wonderful moment in the Indian cultural history. Swami Vivekananda avade poi paranjathu about Hinduism, obviously, religion, about religious tolerance and universal acceptance aanu. Vasudhaiva Kudumbakam ennu parayunna ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. റിലീജിയസ് ടോളറൻസിനെ പറ്റിയിട്ടും യൂണിവേഴ്സൽ അക്സെപ്റ്റൻസിനെ പറ്റിയിട്ടുമാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. ഓക്കെ, ഓൾറൈറ്റ്. നൗ വിഡോ റീമാരേജിനെ പറ്റിയിട്ട് പറയേണ്ടത്, വിഡോ റീമാരേജ് എന്ന് പറയാൻ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ വിഡോസ് വെള്ള സാരി ഉടുത്തിട്ട് വിഷമിച്ച് മൊട്ടയടിച്ചിട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ദെൻ വി ആർ ഫാർ അവേ ഫ്രം ഇറ്റ് ബിക്കോസ് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് പീപ്പിൾസ് എഫേർട്സ്. ലൈക്ക് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം ഈ പറയുന്ന പോലെ he worked a lot in order to make the British government pass a law. Okay, ഒരു law pass ചെയ്തു in order to legalize British remarriage. British remarriage അല്ല, widow remarriage in 1856. Okay, so അത് പ്രകാരം ഒരു പെൺകുട്ടിക്ക് ഹസ്ബൻഡ് മരിച്ചാലും she can marry again. All right, so this is about the chapter. That's it. Thank you all.